വചനസാരം വചനസാരം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, സുവിശേഷത്തിൽ ഈശോ മനുഷ്യന്റെ അടിസ്ഥാനമായ ഒരു ചോദനകളിലൊന്നായ അറിവിനെ കുറിച്ചുള്ള അന്വേഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യൻ അറിവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ നടക്കുന്നത് ശരിക്കും ബുദ്ധിമാന്മാരിലോ വിവേകികളിലോ അല്ല, കുഞ്ഞുങ്ങളിലാണെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. ഒരാൾ ഏറ്റവും നിഷ്കളങ്കമായിട്ട് ദൈവത്തെ അന്വേഷിക്കുമ്പോഴാണ് ദൈവത്തെ കൂടുതലായിട്ട് വെളിപ്പെട്ട് കിട്ടുക എന്ന് ഈശോ പറയുകയാണ്. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനിരിക്കുന്നുവോ അവനല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. സോ ഈശോയ്ക്കറിയാം, ഈശോ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഈശോയുടെ പിതാവിനാണെന്നുള്ളത്. കാരണം ആ ഒരു സ്നേഹബന്ധത്തിൽ നിന്നാണ് ആ ഒരു അറിവ് വരുന്നത്. വിശുദ്ധ കൊച്ചു ത്രേസ്യയ്ക്ക് തന്റെ ആധ്യാത്മിക വഴികളെ കണ്ടെത്തിയത് അങ്ങനെയാണ്. ഈ സ്നേഹത്തിന്റെ വഴി എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ അറിവിന്റെ വഴിയാണ്. ആ സ്നേഹത്തിലാണ് ഓരോ കുഞ്ഞു കുഞ്ഞു വെളിപ്പെടുത്തലുകൾ നടക്കുക. അതുകൊണ്ട് തന്നെയാണ് സഭയുടെ തിരുസഭാ പണ്ഡിതരുടെ പട്ടികയിലേക്ക് വിശുദ്ധ കൊച്ചു ത്രേസ്യ കയറിപ്പോയത്. ബാക്കിയുള്ള തിരുസഭാ പണ്ഡിതരെല്ലാം വലിയ വലിയ പുസ്തകങ്ങൾ എഴുതി വലിയ വലിയ കാര്യങ്ങളെ പഠിപ്പിച്ചുമൊക്കെ ആ ഒരു പദവി സ്വന്തമാക്കിയപ്പോൾ വിശുദ്ധ കൊച്ചു ത്രേസ്യ അത് സ്വന്തമാക്കിയത് സ്നേഹത്തിലൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചു ത്രേസ്യ ഈശോയുടെ കൊച്ചു കുഞ്ഞായിട്ട് അറിയപ്പെടാനായിട്ടാണ് ആഗ്രഹിച്ചത്. നമ്മളുടെ ജീവിതത്തിലും ദൈവത്തെ വെളിപ്പെട്ട് കിട്ടുക, ദൈവത്തെക്കുറിച്ച് അറിയുക എന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈശോയോടുള്ള സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടുക എന്നുള്ളതാണ്. ഈശോയോടുള്ള സ്നേഹത്തിൽ ആഴപ്പെടുമ്പോൾ ആ ഈശോയോടുള്ള സ്നേഹത്തിലൂടെ ദൈവമായ പിതാവിന്റെ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഇനിയുള്ള നമ്മളുടെ ജീവിതത്തിൽ ഈശോയുടെ സ്നേഹത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. വചനസാരം വചനസാരം.